വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് 1 കപ്പ് ഗോതമ്പത്തിൻ്റെ പൊടി, 1/2 കപ്പ് മൈദപ്പൊടി, പിന്നെ അതിലേക്കുള്ള മസാല, ഇറച്ചിപ്പത്തിലേക്കുള്ള ഇത് പൊടിഞ്ഞനരിഞ്ഞ സവാള, ഇത് ബീഫ് ഇതേപോലെ വാങ്ങാൻ കിട്ടും നമുക്ക്, ഇത് പച്ചമുളക്. പിന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ടിട്ട് കുഴക്കുമ്പോൾ ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് കുറേശ്ശെ ഇങ്ങനെ കുടഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ കൈ കൊണ്ട് കുടഞ്ഞ് കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം. പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുഴച്ചെടുക്കാം. ഓയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലാണ് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താൽ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. ഇറച്ചിപ്പത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, പൊടിയായി പച്ചമുളകാണ്, നല്ല ചൂടുണ്ട്. ഇതിൻ്റെ പച്ചമുളക് വേകുമ്പോൾ ഇതിൻ്റെ വേവിച്ചെല്ലാം എന്നിട്ട് വേവിച്ച് വെച്ച ബീഫ്. ഇത് മല്ലിപ്പൊടി, മുളകിൻ്റെ പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഉപ്പ് എല്ലാം ഇട്ട് വേവിച്ചെടുക്കാണ്. ഇതൊന്നും കൂടി കഴിഞ്ഞിട്ടൊന്ന് പൊടിയൊന്ന് ഇതിനെ പിടിച്ച് വന്നിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവും, ഒഴിച്ച വെള്ളം, അതൊന്ന് വേണ്ട. ഇതേപോലെ ആയി വന്നാൽ മതി. സവാള, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ബീഫൊക്കെ കൊണ്ട് വച്ച് വന്നിട്ട് ഇനി നമുക്ക് സവാള സവാള നല്ല കളർ മുറി വന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. കോല വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ വലുതാക്കിയിട്ടാണ് പരത്തുന്നത്. അപ്പം നമുക്ക് കുറേ കട്ട് ചെയ്തെടുക്കാം. ഇത് പരത്തി. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം. വെള്ളം നല്ല മസാല. ഇനി എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ ഇവിടെ നല്ല സുഖം ഇതേപോലെ ഇങ്ങനെ എടുത്താൽ മതി. ഉണ്ടോ? ഇപ്പം എളുപ്പം കഴിയും. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഉണ്ടാവും. ഇനി അടുത്തത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. മസാല ഈ ഇറച്ചിപ്പത്തിൽ ബീഫാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കനൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ബീഫ് ഇതിന് മേലെ അടച്ചു കൊടുക്കുക. അതുപോലെ അടച്ചു കൊടുക്കുക.
നമ്മളെ കൈയുണ്ട് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ഉണ്ടാവും. ഒന്നിനു മേലെ ഇങ്ങനെ ആക്കി ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിക്കണത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് ഇട്ടേക്കാം, നമ്മളെ കൈയൊന്നും പോകില്ല. ഇങ്ങനെ എഴുന്നേൽക്കാണ് സുഖം. ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഇതാവട്ടെ. ഇത് നമുക്ക് തിരിച്ചു വെച്ചേക്കാം. രണ്ട് വശം മുഴുവൻ ഇതൊക്കെ ഇതൊക്കെ നല്ല മുഴുവനാണ് ഇതെടുക്കാം. ഞാൻ പൊരിച്ചത് എപ്പോഴും കിച്ചൺ പേപ്പറിലേക്കാണ് ഇട്ട് വെക്കല്. അപ്പൊ എണ്ണ നമ്മൾ കുടിക്കൂല. ഇതെടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എന്നാൽ കൈ പൊള്ളും, പേടിക്കാനും പാടില്ല. പക്ഷെ കൈ പൊള്ളു വെച്ചിട്ട് ചിലപ്പോൾ കൈയൊക്കെ ഇളങ്ങി പോകും എണ്ണയിൽ. അപ്പൊ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. കണ്ടോ, ബീഫിൻ്റെ നല്ല ടേസ്റ്റ് ആട്ടോ, ചിക്കനൊക്കെയാണ് ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഷെയർ ചെയ്യണേ, അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഇഷ്ടപ്പെടും, അപ്പോൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.